അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്താണ് എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് എന്താണ്, എങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ നെയിമിങ് ചെയ്യുക, അതുപോലെ ആ എലമെൻറ്റ്സിൻ്റെ സിമ്പിൾസ് എങ്ങനെയാണ് എഴുതുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. അതായത് നമ്മളെ ഭൂമിയിൽ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാൻ പോകുന്നതുമായ എലമെൻറ്റ്സിനെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പീരിയോഡിക് ടേബിൾ, ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഒരുപാട് എലമെൻറ്റ്സിന് നമുക്ക് ഓൾറെഡി കണ്ട് പരിചയമുണ്ട്. അതുപോലെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള എലമെൻറ്റ്സും ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രയോജനമാകുന്ന കുറേ അധികം എലമെൻറ്റ്സും ഉണ്ട്. അതുപോലെ കുറേ എലമെൻറ്റ്സ് ലിക്വിഡ് ഫോമിലാണ്, കുറേ എലമെൻറ്റ്സ് സോളിഡ് ഫോമിലാണ്, കുറേ എലമെൻറ്റ്സ് ഗ്യാസസ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള എലമെൻറ്റ്സ് ഈ ഒരു ടേബിളിൽ നിന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ എലമെൻറ്റ്സാണ് എഴുതുക? നമുക്ക് പരിചയമുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇതിൽ? ഹൈഡ്രജൻ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ ഓക്സിജൻ, കോപ്പർ, ക്ലോറിൻ, അതുപോലെ വെള്ളി, സ്വർണം, ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ഈ ഒരു പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് നമുക്ക് പരിചയമുള്ള എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇരുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ കാർബൺ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വർണം കണ്ടിട്ടുണ്ട്, കോപ്പർ കണ്ടിട്ടുണ്ട്, സിൽവർ കണ്ടിട്ടുണ്ട്, സിങ്ക് കണ്ടിട്ടുണ്ട്, അലൂമിനിയം കണ്ടിട്ടുണ്ട്, പൊട്ടാസ്യം കണ്ടിട്ടുണ്ട്, മഗ്നീഷ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇരുമ്പ്, കാർബൺ, സ്വർണം, അലൂമിനിയം, ഓക്സിജൻ, കോപ്പർ, നിക്കൽ, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് എലമെൻറ്റ്സ് സോളിഡ് ഫോമിലാണുള്ളത്, ഒരുപാട് എലമെൻറ്റ്സ് ഗ്യാസസ് ഫോമിലാണുള്ളത്, ഒരുപാട് എലമെൻറ്റ്സ് ലിക്വിഡ് ഫോമിലാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ലിക്വിഡ് ഫോമിലുള്ളത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നമ്മൾ പറയാം? ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ബ്രോമിൻ, മെർക്കുറി, ഇതൊക്കെ ലിക്വിഡ് ഫോമിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗ്യാസസ് ഫോമിലുള്ളത് ഇതൊക്കെയാണ്: ഹൈഡ്രജൻ, ഓക്സിജൻ, അതുപോലെ ക്ലോറിൻ, നൈട്രജൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്യാസസ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ സോളിഡ് ഫോംസിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പീരിയോഡിക് ടേബിൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം. ഈ ഒരു ഫിഗർ വെച്ചിട്ടല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ നിങ്ങൾ നോക്കുക. നിങ്ങൾ പേജ് നമ്പർ 54 അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാർട്ടാണ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലൂ കളറിലുള്ളതാണ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സ്, ബാക്കിയുള്ളതൊക്കെ സോളിഡ്സ് ആണ്. കൂടുതലായിട്ടും പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക സോളിഡ്സ് ആണ്. ബട്ട് പീരിയോഡിക് ടേബിളിനെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യൂൾ എന്താണ്, ആറ്റം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് 9th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ദ എലമെൻറ്റ് ഓഫ് കാർബൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്ന എലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. തിങ്ക് ഓഫ് ബ്രേക്കിംഗ് ഓഫ് പീസ് ഓഫ് എ കാർബൺ ഇൻറ്റു സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾ. When it is broken in this manner, we get the smallest particle, which retain all characteristic properties of carbon at the end. അതായത് കാർബണിനെ നമ്മൾ പീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിൽ ആ ഒരു കാർബണിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ദിസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് എൻ ആറ്റം ഓഫ് കാർബൺ. ഈ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റത്തിൻ്റെ, അതായത് കാർബണിൻ്റെ
ആറ്റം എന്ന് പറയുന്നത്. അതായത് ആറ്റം എന്നുള്ളത് എന്താണ്, നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3D വ്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ആറ്റത്തിൻ്റെ. ഇതുപോലെയാണ് ആറ്റംസ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഒരു ആറ്റത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു പ്രോട്ടോൺ ഉണ്ടാവും, ഒരു ന്യൂട്രോൺ ഉണ്ടാവും, ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പം ഇല്ല, അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുക. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നത്. പ്രോട്ടോൺ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഈ ചാർജുള്ള പാർട്ടാണ് പ്രോട്ടോൺ. ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജില്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ആണ് ഇതിലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ചാർജാണ് അതിനുള്ളത്. ആറ്റംസ് ഓഫ് സം gaseous element like helium, neon, etc. can exist as a single atom. ചില ആറ്റംസ് എന്താണ്, സിംഗിൾ ആറ്റംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ ചില ആറ്റംസ് എന്ന് പറയുന്നത്, ഗ്യാസസിലുള്ള ആറ്റംസ് ഒക്കെ എന്താണ്, ഹൈഡ്രജനും ഓക്സിജനൊക്കെ എക്സിസ്റ്റ് ചെയ്യുക കോമ്പിനേഷൻ, ആറ്റത്തിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ആറ്റംസ് ഓഫ് സം ഓഫ് എലമെൻറ്റ്സ് ആർ സീൻ എക്സിസ്റ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. ഇപ്പോൾ മോർ ദാൻ 2 ആറ്റംസ് ആയിട്ടാണ് ചില ഗ്യാസസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി വേർ ആർ കോൾഡ് മോളിക്യൂൾസ്. അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ആറ്റംസിൻ, അതായത് ഈ 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഇതിന് H2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും, H2 എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഓക്സിജൻ മോളിക്യൂൾസിനെയാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഓക്സിജൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്സിജൻ O2 ആയിട്ട് ഉണ്ടാവും, അതുപോലെ O3 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റംസ് മോളിക്യൂൾസും എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ദ സിംബൽ ഓഫ് ഹീലിയം ഈസ് He. He എന്നതാണ് ഹീലിയത്തിൻ്റെ സിംബൽ എന്ന് പറയുന്നത്. വെൻ വി റൈറ്റ് He, നമ്മൾ He എന്ന് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് റെപ്രസെൻറ്റ് 1 ആറ്റം ഓഫ് എലമെൻറ്റ് ഹീലിയം. 2He മീൻസ് 2 ഹീലിയം ആറ്റം. നമ്മൾ ഒരു He എന്ന് മാത്രമാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അതിൽ ഒരു ആറ്റം ആണുള്ളത്, ഹീലിയത്തിൻ്റെ ഒരു ആറ്റം ആണുള്ളത് എന്നുള്ളതാണ് അതിൽ മീനിങ്. 2He എന്ന് പറഞ്ഞാൽ 2 ഹീലിയം ആറ്റം എന്നാണ് അതിൻ്റെ മീനിങ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീലിയത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹീലിയത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത് ഈ ഒരു ഹീലിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കാണുന്ന അറ്റോമിക് നമ്പറാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. He എന്നുള്ളത് സിമ്പിളാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ ഹയർ ക്ലാസ്സസുകളിൽ പഠിക്കും ഇതെന്താണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര ആർ സീൻ ഇൻ ദ നേച്ചർ ആസ് എ സിംഗിൾ ആറ്റം. ഹീലിയം, നിയോണും ആർഗണൊക്കെ ഒരു സിംഗിൾ ആറ്റം ആയിട്ടാണ് നാച്ചുറൽ കാണാൻ പറ്റും. പക്ഷേ ചില എലമെൻറ്റ്സ്, ഹൈഡ്രജനൊക്കെ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ആറ്റംസ് റെപ്രസെൻറ്റസ് H. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് H ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. 2He എന്ന് പറഞ്ഞാൽ എന്താണ്, H2 എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് 2 വരുന്നത് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, 2 ആറ്റം എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ റൈറ്റ് സൈഡിൽ ഒരു
ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ അത് മോളിക്യൂൾ എന്നുള്ളതാണ് മീനിങ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡയാറ്റോമിക് എലമെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി പറഞ്ഞുതരാം. ഹൈഡ്രജന് H2 എഴുതാം. അതുപോലെ നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഇതൊക്കെ എന്താണ് ഡയാറ്റോമിക് എലമെൻറ്റ്സ് ആണ്. ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഡും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹാവ് നോ ഫിയർ ഓഫ് ഐസ് കോൾഡ് ബിയർ. ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയാറ്റോമിക് എലമെൻറ്റ്സ് ഒരിക്കലും മറന്നു പോയില്ല. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് ഈ ഒരു ഡയാറ്റോമിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എച്ചിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഡയാറ്റോമിക് എലമെൻറ്റ്സ് നിങ്ങൾ ഒരിക്കലും മറന്നു പോയില്ല. സം എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾ ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. അതിനുള്ള എക്സാമ്പിളാണ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P4 ആണ്. അത് ഇതുപോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പം ഇതിന് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഹയർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S8 ആണ്. ഇതെല്ലാം അത്തരത്തിലുള്ള എലമെൻസിന് എക്സാമ്പിളാണ്. അതായത് മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണാറ്റോമിക് മോളിക്യൂൾ. അതായത് മോണാറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് ഒരു ആറ്റമുള്ള മോളിക്യൂൾസിനെ പറയാം. ദോസ് വിച്ച് ആറ്റംസ് ഈച്ച് ആർ കോൾഡ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. 2 ആറ്റംസ് ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുക. ദ മോളിക്യൂൾസ് വിത്ത് മോർ ദാൻ 2 ആറ്റംസ്. ഒരു മോളിക്യൂളിൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുക. അപ്പോൾ ഈ 3 വേർഡ്സും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതായത് ഒന്നുമില്ല, ഇപ്പോൾ ആറ്റത്തിൻ്റെ നമ്പറിനനുസരിച്ച് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണാറ്റോമിക് മോളിക്യൂൾ എന്നും, അതുപോലെ ഡയാറ്റോമിക് മോളിക്യൂൾ എന്നും, പോളി ആറ്റോമിക് മോളിക്യൂൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോളിക്യൂളിൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഡയാറ്റോമിക് മോളിക്യൂൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഒരു മോളിക്യൂളിൽ 2 ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് ഉണ്ടാവുക. പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് അതിലുണ്ടാവുക. ഇപ്പം ഇവിടെ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഓക്സിജൻ ആറ്റം എന്നുള്ളതാണ്. O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു ഓക്സിജൻ മോളിക്യൂൾസ്. അതായത് 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നതാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് 2 ഓക്സിജൻ മോളിക്യൂൾസ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ടാവുക? 4 ആറ്റംസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ 2He എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഹീലിയം ആറ്റംസ്, ഒരു മോളിക്യൂൾ. ഈ 2 രീതിയിൽ നമുക്ക് പറയും. 5Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സോഡിയം ആറ്റംസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റം എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇവിടെ O2 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ 2 ആറ്റംസും ഒരു മോളിക്യൂൾ. ഇനി 2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 2 ഓക്സിജൻ മോളിക്യൂൾസ്. അതായത് 4 ഓക്സിജൻ ആറ്റംസ്. 2He എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 ഹീലിയം ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എന്നാണ് അതിൻ്റെ മീനിങ്. 5Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സോഡിയം ആറ്റം. അതായത് ഇൻ മോണോ അറ്റോമിക് മോളിക്യൂൾസ് ദ നമ്പർ ഓഫ് ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റം. In polyatomic molecules, the subscript on the right side of the symbol indicate the number of atoms within one molecule. The total number of molecules indicated on the left side. അതായത് കാര്യം മനസ്സിലായല്ലോ എന്താണെന്നുള്ള? ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്സിജൻ ആറ്റം. ഇനി 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം, O2. ഇനി 2 എന്ന് നമ്മളിവിടെ ചേർത്ത് അതിൻ്റെ മീനിങ് എന്താണ്? 4 ഓക്സിജൻ ആറ്റം. അതായത് 2 ഓക്സിജൻ മോളിക്യൂൾസ്. 2He എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 ഹീലിയം ആറ്റം. 5Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 sodium atoms. Compounds. We have seen how molecules formed from the same type of atoms.
എങ്ങനെയാണ് മോളിക്യൂൾസ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഓരോ 2 ആറ്റംസ് ചേർന്നിട്ടാണ് രണ്ട് ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവുക. സിമിലർലി ദ കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മോളിക്യൂൾസ് ഫോംഡ് ഫ്രം ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. അതായത് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുക. കാർബൺ ഡൈ ഓക്സൈഡ് molecules is formed when one carbon atom combine with one oxygen atom. ഒരു കാർബൺ ആറ്റം ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു കാർബൺ ഒരു ഓക്സിജൻ ആറ്റവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ CO ആണ് കിട്ടുക. ദിസ് ഈസ് എ കോമ്പൗണ്ട്. അതായത് കാർബൺ ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് ചേർന്നിട്ടുള്ള കിട്ടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇതൊരു കോമ്പൗണ്ടാണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്. ഹൈഡ്രജനും ഓക്സിജനിൻ്റെയും കോമ്പിനേഷനിലൂടെയാണ് നമുക്ക് വാട്ടർ കിട്ടുക. അപ്പോൾ ഇതെന്താണ് 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 4 ഹൈഡ്രജൻ ആറ്റംസ്. അതായത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് അത് ഓക്സിജൻ മോളിക്യൂളുമായിട്ട് ചേർന്നിട്ട് 2H2O അതായത് വാട്ടർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 കാർബൺ മോണോക്സൈഡ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 2 കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റം, അതിൽ ഒരു കാർബൺ ആറ്റം ഒരു ഓക്സിജൻ ആറ്റമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതുപോലെ ഇവിടെ രണ്ടാമതുള്ള ഒരു കാർബൺ ആറ്റം മറ്റേ ഓക്സിജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ 2 കാർബൺ മോണോക്സൈഡ് ഈ O2 എന്നുള്ള മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓക്സിജൻ ആറ്റം ഈ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് CO2. അപ്പോൾ ഇവിടെയുള്ള ഒരു ആറ്റം ഇവിടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് CO2 കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. 2CO2 എന്ന് പറഞ്ഞാൽ എന്താ? 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. അതായത് 2CO2 എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്നുള്ളതാണ്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ 6 atoms including 2 carbon atom, 4 oxygen atom in 2CO2. അതായത് ഈ 2CO2 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 കാർബൺ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും. അതായത് ഇവിടെ ഈ 2 എന്നുള്ള നമ്പർ ഉദ്ദേശിക്കുന്നത് 2 കാർബൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2ഉം ഈ 2ഉം കൂടി പ്ലസ് ചെയ്ത 4 ഓക്സിജൻ ആറ്റം. ഒരു സിംഗിൾ ആറ്റം എന്ന് പറയുന്നത് ഈ 2 സിംഗിൾ ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഈ മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ട് അതായത് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2H2SO4 എത്ര ആറ്റംസ് കണ്ടെയ്ൻ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ദർ ആർ 7 ആറ്റംസ് ഇൻക്ലൂഡിങ് 2 hydrogen atom, 1 sulfur atom and oxygen atom in H2SO4 molecule. There will be 14 atoms in 2H2SO4. അതായത് 2H2SO4 എത്ര ആറ്റംസ് ഉണ്ടാവുക? ഇവിടെ നമുക്കറിയാം ഈ ഒരു 2ഉം കൂടി പ്ലസ് ചെയ്ത 4, അതായത് ടോട്ടൽ 4 ഹൈഡ്രജൻ ആറ്റം, 2 സൾഫർ ആറ്റം ആൻഡ് 8 ഓക്സിജൻ ആറ്റം. അപ്പോൾ ഈ 3 ആറ്റംസും കൂടി നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 14 ആറ്റംസ് ആണ് ടോട്ടൽ നമുക്ക് കിട്ടുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടോട്ടൽ ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുക. കെമിക്കൽ ഇക്വേഷൻസ്. എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ ഫോം ചെയ്യുക? ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോമിങ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് റിട്ടൺ ആസ് ബിലോ. അതായത് ഇവിടെ നമ്മൾ ഒരു സിങ്കും ഒരു HClഉം തമ്മിലുള്ള റിയാക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ സിങ്കും HClഉം തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? സിങ്ക് ക്ലോറൈഡും H2O ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്? അതായത് സിങ്കിൻ്റെ കൂടി നമ്മൾ HClഉള്ള ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും ഇതുപോലെ നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ സിങ്കിൻ്റെ കൂടെ ക്ലോറിൻ കമ്പൈൻ ചെയ്യും. അപ്പോൾ ക്ലോറിൻ കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡായിട്ട് മാറും. പിന്നെ ബാക്കി വരുന്ന H2.
ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വരുന്നത്. കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടേൺ. നമ്മൾ ഇക്വേഷൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കണം. റിയാക്ടൻസിൻ്റെ സൈഡും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സൈഡും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഈസ് ഗിവൺ എബോവ് ഈസ് ടു ബി റൈറ്റ്. നമുക്ക് തന്നിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. അതായത് സിങ്ക് 2 + HCl ചേർന്നിട്ടാണ് നമുക്ക് സിങ്ക് ക്ലോറൈഡ് കിട്ടുന്നത്, അതുപോലെ H2 കിട്ടുന്നത്. നൗ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ബോത്ത് സൈഡ് ഓഫ് ദ ആറോ ഈസ് ഈക്വൽ. അതായത് ഈ ഏറോൻ്റെ രണ്ട് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആണ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് chemical equation which is written such that the number of atoms of same type is equal to in the side of reactants and the product are called balanced chemical equation. അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഈ നമ്പർ ഓഫ് റിയാക്ടൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും അതുപോലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആയിരിക്കണം. അത്തരത്തിലുള്ള കെമിക്കൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്.